വെൽക്കം ടു ലൈവ്ലി മാഷപ്സ്. ഞാൻ ഡോക്ടർ ശ്രുതി പണ്ഡിത്. നമ്മൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ഫ്രീക്വന്റ് ആയിട്ട് ഇരുന്നിട്ടാണ് കൂടുതൽ ജോലി ചെയ്യുന്നത് അല്ലെ. ലാപ്ടോപ്പ് യൂസ് ചെയ്യുകയാണെങ്കിലും മൊബൈൽ ഫോൺ യൂസ് ചെയ്യാനാണെങ്കിലും ഓഫീസിൽ ബാങ്കിൽ അതുപോലെ ഇരുന്ന് വർക്ക് ചെയ്യുകയാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ബ്ലാക്ക് ബോർഡിൽ അങ്ങനെ ഒരുപാട് നമ്മൾ ഈ മസിൽസും ഇവിടെയുള്ള കൈകളൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് സ്വാഭാവികമായി എല്ലാവരും പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ് കൈവേദന, ഷോൾഡർ വേദന, കഴുത്ത് വേദന, പിന്നെ ഇവിടെയുള്ള മസിൽസ് ഭയങ്കര റിജിഡ് ആയിട്ട് തോന്നുക, കുറച്ച് എഴുതുമ്പോൾ തന്നെ കൈ കഴക്കുക, പിന്നെ എന്താണ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കഴുത്തിന് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കൈയിന്റെ ടിപ്പ് വരെയുള്ള വേദന, അങ്ങനെ ഒരുപാട് വേദനകൾ വരാറുണ്ട്. ആരുടെ ഉപദേശം ഇല്ലാതെ തന്നെ ആളുകൾ വേദന വരുമ്പോൾ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഭാമോ അല്ലെങ്കിൽ ഏതെങ്കിലും എണ്ണയോ എന്തെങ്കിലുമൊക്കെ തടവി നമ്മളൊരു ഹോട്ട് ഫോമന്റേഷനോ ഒക്കെ നമ്മൾ ചെയ്ത് നോക്കാറുണ്ട്. എന്നിട്ടും നമുക്ക് ചില സമയത്ത് വേദന റിലീഫ് കിട്ടും, പക്ഷെ ചില സമയത്ത് നമുക്ക് വേദനക്ക് റിലീഫ് കിട്ടാറില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ നമ്മൾ ഡോക്ടേഴ്സിനെ കാണും. അവിടെ എത്തി ഡോക്ടേഴ്സിന്റെ മരുന്നൊക്കെ കുറച്ച് 1-2 ആഴ്ച കഴിക്കും. പിന്നെ നമ്മൾ നമ്മുടെ പണി സ്റ്റാർട്ട് ചെയ്യും അല്ലെ. പിന്നെ ഒരു സമയത്ത് വേദന വരുമ്പോഴാണ് പിന്നെയും നമ്മൾ അതിനെപ്പറ്റി ഓർക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക ഇങ്ങനെ വേദന വരാതിരിക്കാനും വേദന വന്നാൽ തന്നെ അതിനൊക്കെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്താനുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ വേദന വരാനുള്ള കാരണങ്ങൾ പലതാണ്. ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ ഈ വെർട്ടിബ്രേ, നമ്മുടെ മൊത്തം നട്ടിലിന് ബാക്ക് ബോണിന് ഒരു നോർമൽ കർവേച്ചർ ഉണ്ട് അല്ലെ. ചില സ്ഥലങ്ങളിൽ അത് പുറകോട്ടും ചില സ്ഥലങ്ങളിൽ അകത്തോട്ടും വളഞ്ഞിരിക്കേണ്ട ഒരു നോർമൽ കർവേച്ചർ അതിനുണ്ട്. അപ്പൊ നമ്മുടെ പല പല ആക്ടിവിറ്റീസ് കാരണം നമ്മൾ ഇങ്ങനെ ഇരുന്ന് ചെയ്യും, നമ്മൾ കുറെ സമയത്ത് ഇങ്ങനെ ഇരിക്കും. അപ്പൊ നമ്മളെ പ്രവൃത്തികൾ കൊണ്ട് അതിന്റെ ആ നോർമൽ കർവേച്ചറിന് ഒരു ഭംഗം വരാണല്ലേ. നമ്മൾ എപ്പോഴും കൂടുതൽ പൊസിഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ എന്താണ് സ്വാഭാവികമായ ആ കർവേച്ചർ നിലനിർത്താൻ പറ്റാതിരിക്കുമ്പോഴും അവിടെ ഇൻഫ്ലമേഷനോ അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് വേദന വരാം. പിന്നെ രണ്ടാമത്തെ വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഫുഡ്, നമ്മൾക്ക് ഇപ്പം ഡെയിലി നമുക്ക് ശരീരത്തിന് വേണ്ട പോലെ കാൽഷ്യമോ വൈറ്റമിൻസ് അതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടോ, നമ്മൾ പുറത്തിറങ്ങി നമുക്ക് വിറ്റാമിൻ ഡി കിട്ടുന്നുണ്ടോ, ഉണ്ടാവില്ലായിരിക്കാം. അപ്പൊ അതിന്റെ കുറവ് കൊണ്ട്, അതായത് ബോഡിയിലെ കാൽഷ്യമിന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവ് കൊണ്ടും അഭാവം കൊണ്ടും നമുക്ക് ഇതുപോലുള്ള വേദനകൾ വരാം അല്ലെ. പിന്നെ ചില അവസരങ്ങളിൽ പിന്നെ എന്തെങ്കിലും ഗ്രോത്ത് അങ്ങനെ കൊണ്ടും നമ്മൾക്ക് വേദന വരാം. അപ്പൊ ഈ വേദനകൾക്ക് പല പല കാരണങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറയാം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾക്കൊരു എന്താണ് കൈക്ക് വേദനയോ കഴുത്തിന് വേദനയോ ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഇതുപോലെ ഫോമന്റേഷൻ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്ത് നോക്കാം. പക്ഷേ എന്നിട്ട് നമുക്ക് വേദനക്ക് ഒരു കുറവുമില്ല, വേദനകൾ കൂടുകയാണ്, അതിന്റെ സിവിയറിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ വൈദ്യസഹായം തേടിയിരിക്കണം. ഡോക്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ നമ്മൾ മരുന്നുകൾ കഴിക്കാൻ പാടുള്ളൂ. അത്യാവശ്യ ഘട്ടങ്ങളിൽ ചില ബ്ലഡ് ടെസ്റ്റുകളും അതുപോലെ എക്സ്റേസും കൂടിയ ചില അവസ്ഥകളിൽ MRIയുടെ സഹായമൊക്കെ വേണ്ടിവരുന്ന അവസരത്തിൽ നമ്മൾ അത് നിർബന്ധമായും ചെയ്തിരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ അതൊക്കെ ചെയ്തിട്ട് നമ്മൾ മെഡിസിൻസ് സാധാരണ ഇപ്പം ഏതായാലും ആയുർവേദമായാലും ഹോമിയോപ്പതി ആയാലും അലോപ്പതി ആയാലും ഏതൊരു ചികിത്സാ സമ്പ്രദായമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവർ മെയിനായിട്ട് പറയുക മരുന്നാണ്. മരുന്നിന്റെ കൂടെ നമുക്ക് ഫുഡിലും നമ്മൾ എന്താണ് ഒരുപാട് ശ്രദ്ധിക്കണം. കാരണം എന്താണ് നമുക്ക് എപ്പോഴും കാൽഷ്യം കിട്ടുന്ന രീതിയിലുള്ള നല്ല പച്ചക്കറികൾ, ഇലക്കറികൾ, പാല്, മുട്ട, അതായത് നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ പാല്, മുട്ട അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ നിത്യഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തണം. എല്ലാ വീഡിയോസിൽ പറയുന്ന പോലെ നമ്മളൊരു സമീകൃത ആഹാരം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഡോക്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ മരുന്നുകൾ അവർ പറയുന്ന അത്രയും അളവിൽ അത്രയും സമയം കഴിച്ചിരിക്കണം. ഓക്കെ, അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ പൊസിഷനൊക്കെ ഒന്ന് നേരെയാക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ മനുഷ്യന്മാരാണ്, വീണ്ടും നമ്മൾ ഇങ്ങനെ 2 മണിക്കൂർ ഇരിക്കുമായിരിക്കും, വീണ്ടും നമ്മൾ പഴയ പൊസിഷനിലേക്ക് വരും. പക്ഷെ എന്നാലും നമുക്ക് കഴിയുന്ന അത്രയും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക. നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും നമ്മുടെ പില്ലോ, നമ്മുടെ തലയാണ് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഒരുപാട് ആളുകൾ അവർക്കൊരു കംഫർട്ടബിൾ ആവാൻ വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ള പില്ലോസ് അല്ലെങ്കിൽ ഭയങ്കര ഉയരം കൂടിയ പില്ലോസ് യൂസ് ചെയ്യുന്നത് പറയാറുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ എപ്പോഴും സോഫ്റ്റ് ആയിട്ട് പതിഞ്ഞിരിക്കുന്ന ഏറ്റവും ലോ ആയിട്ടുള്ള പില്ലോ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പം നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ അവരിപ്പോൾ പില്ലോ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ അവരങ്ങനെ തന്നെ കിടന്നോട്ടെ. പില്ലോ യൂസ് ചെയ്യാതെ അവർ ഉറങ്ങാൻ ശീലിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന 2 എക്സസൈസ് കൂടെ ഞാൻ ഇന്ന് പറഞ്ഞു തരികയാണ്. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ലാപ്ടോപ്പ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനിടയിൽ ഒരു 3 hours ഗ്യാപ്പ് എടുത്തിട്ട് നമ്മൾ ഇതുപോലുള്ള എക്സസൈസ് നിർബന്ധമായി ചെയ്യണം. അപ്പം
3 hours ഗ്യാപ്പിൽ ഇതുപോലുള്ള എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ദിവസവും രാവിലെയും വൈകുന്നേരവും ഈ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ കഴുത്തിനും ഷോൾഡറിനും ഒക്കെ വേദനയുള്ളവർ, പ്രശ്നമുള്ളവർക്ക് അത് ഒരുപാട് സഹായിക്കും. മാത്രമല്ല നമ്മൾക്ക് ഭാവിയിൽ വേദന വരാതിരിക്കാൻ വേണ്ടിയും നമ്മളെ ഒരുപാട് സഹായിക്കുന്നതാണ്. അപ്പോൾ ആദ്യത്തെ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ ജസ്റ്റ് നമ്മുടെ ഇവിടെയുള്ള മസിൽസിന്, ഇവിടെയുള്ള ഈ ജോയിൻസിനൊക്കെ ഒരു മൂവ്മെന്റ് കൊടുക്കുകയാണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും. എന്നാലും നമ്മൾ ഈ കൈ ഇവിടെ വെച്ച് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുകയാണ്. അതിനുശേഷം നമ്മൾ നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യാണ്. നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യും. ഈ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ബ്രീത്തിനെ ശ്രദ്ധിക്കണം. നമ്മുടെ ശ്വാസത്തിന് നമ്മൾ ശ്രദ്ധിക്കുക. ഇത് നമ്മൾ കൈ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യണം. ഒരു 5 പ്രാവശ്യം ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ തിരിച്ച് റൊട്ടേറ്റ് ചെയ്യാം. ഇതുപോലെ തിരിച്ച് നമ്മൾ റൊട്ടേറ്റ് ചെയ്യാം. നമ്മൾ എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക, എന്നിട്ട് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യുക തിരിച്ച്. പിന്നെ നമ്മൾ ഇതിന് ശേഷം നമ്മൾ ഈ കൈ ഒന്ന് ലൂസായി വിടുക. ഇതുപോലെ അടുത്തത് ചെയ്യുക. ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാം. എന്നിട്ട് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യുക നന്നായിട്ട്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നല്ല നല്ല മനസ്സോടെ നമ്മൾ പ്രസന്റ് ആയിട്ട് നമ്മൾ ചെയ്യാം. ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യാം. 5 times ചെയ്തതിന് ശേഷം പിന്നെ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചെയ്യുക. ഓക്കെ, ഇതുപോലെ 5 times ചെയ്തതിന് ശേഷം നമ്മൾ 2 കൈയും ഒരുമിച്ച് ചെയ്യണം. അതായത് നമ്മളിങ്ങനെ വെക്കാം, സ്ട്രെയിറ്റ് ആക്കാം. ഇവിടെ വരുമ്പോൾ നമ്മുടെ 2 ഇതും ടച്ച് ആവും. പിന്നെ വീണ്ടും ബാക്കിലോട്ട് പോവാം, വീണ്ടും ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വരാം, വീണ്ടും ടച്ചായി വീണ്ടും ബാക്കിലോട്ട് പോയി. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്താ വീണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചെയ്യും. നമ്മളിങ്ങനെ ചെയ്തു തരാം. ഇനി ശരിക്കും ഇതുപോലെ ബാക്ക്. ഓക്കെ, അപ്പൊ ആദ്യത്തെ എക്സസൈസ് ചെയ്യാം. ഇത് നമുക്ക് ജോലി ചെയ്യുന്നതിന്റെ ഇടക്കും നമ്മൾ വീട്ടിലും എല്ലാം നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, പിന്നെ രണ്ടാമത്തെ വെച്ചാൽ ഒരു ചപ്പാത്തി കോൽ. ഞാനിവിടെ ചപ്പാത്തി ഉണ്ടാക്കുന്ന കോൽ എടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോട്ടിലോ ഹാങ്കറോ എന്തെങ്കിലും ഇതുപോലെ വെച്ചാൽ നമ്മളെ കൈ അപ്പാർട്ട് ആയിരിക്കണം, ദൂരെ ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നീളമുള്ള എന്ത് വസ്തു വേണമെങ്കിലും യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ പിടിക്കാം. സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് നോക്കാം. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക, കാലൊക്കെ അടുപ്പിച്ച് വെച്ച് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. അതിനുശേഷം നമ്മൾ ഇങ്ങനെ വെക്കാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ബോൺ ഉണ്ട്, ഇവിടെ ട്രയാങ്കിൾ ഷേപ്പിൽ സ്കാപ്പുല എന്ന് പറയുന്ന ഒരു ബോൺ ഉണ്ട്. അപ്പൊ അതിനെ നമ്മൾ സ്ക്വീസ് ചെയ്യണം. നമ്മൾ അകത്തോട്ട് സ്ക്വീസ് ചെയ്യുന്ന പോലെ ചെയ്യണം. നമ്മൾ 2 അപ്പൊ ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ ഇങ്ങനെ വെക്കുക, ഇങ്ങനെ പിടിക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ട് കൈ കുറച്ചും കൂടെ സ്ട്രെച്ച് ആവും. നമുക്ക് ശരിക്കും മനസ്സിലാവും നമ്മുടെ കൈ മസിൽസ് ഒക്കെ ഒന്ന് ബാക്കിലോട്ട് വലിയുന്ന പോലെ തോന്നും. നമ്മൾ സ്കാപ്പുലയുടെ നടുവിൽ ഒരു ബോളോ അങ്ങനെ എന്തെങ്കിലും നമ്മളിങ്ങനെ അമർക്കുക, സ്ക്വീസ് ചെയ്യുന്ന പോലെയുള്ള ഒരു ഫീലിംഗ് നമുക്ക് തോന്നും. അതിനുശേഷം നമുക്ക് പറ്റുന്നത് പോലെ കൈ നല്ല പൊക്കാം. ഓക്കെ, ഒരുപാട് ഇങ്ങനെയൊന്നും വളഞ്ഞു പൊക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്ക് പറ്റുന്നത് പോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് റേസ് ചെയ്യാം. അപ്പൊ നമ്മൾ നമ്മുടെ ബ്രീത്ത് ശ്രദ്ധിക്കണം. അതേപോലെ എന്നിട്ട് റിലാക്സ് ചെയ്യാം. പിന്നെ വീണ്ടും അതുപോലെ സ്ട്രെച്ച് ചെയ്യാം. ഇതുപോലെ സ്ട്രെച്ച് ചെയ്യാം, പറ്റുന്നത്ര ചെയ്യാം. അപ്പൊ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇത് സ്ട്രെയിറ്റ് ആയിരിക്കും. നമ്മുടെ ഇവിടെയുള്ള മസിൽസ് ഒക്കെ നന്നായിട്ട് സ്ട്രെച്ച് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ 2 എക്സസൈസ് നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പോസ്ചർ കൊണ്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾക്ക് കഴുത്ത് വേദന, പിന്നെ ഷോൾഡർ വേദന, പിന്നെ ഇവിടെ സ്റ്റിഫ് ആകുക, സ്പോണ്ടിലൈറ്റിസ് അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലതാണ്. എപ്പോഴും നമ്മളൊരു വേദന ഉണ്ടാവുകയാണെങ്കിൽ ആവശ്യമാണെങ്കിൽ നിർബന്ധമായും വൈദ്യസഹായം തേടിയിരിക്കണം. അപ്പോൾ ഇതുപോലുള്ള എക്സസൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ മെഡിസിൻസ്, ഫുഡ്, അതിൻ്റെ കൂടെ എക്സസൈസും കൂടെ ആകുമ്പോഴത്തേക്കാണ് നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു റിലീഫ് കിട്ടുക. പിന്നെ എന്ന് വെച്ചാൽ നമ്മളിപ്പം കുളിക്കുന്ന സമയത്ത് നമ്മൾ ഈ മസിൽസിന് ഇവിടെയൊക്കെ ഒന്ന് ഒരു ജസ്റ്റ് ഒരു മസാജൊക്കെ കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇതുപോലെ വേദനകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വൈദ്യസഹായം തേടേണ്ട ഒരു അവസരത്തിൽ നിർബന്ധമായി വൈദ്യസഹായം തേടിയിരിക്കേണ്ടതാണ്. സെൽഫ് മെഡിക്കേഷൻ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. വേറെ എന്തെങ്കിലും ഡൗട്ട്സോ കമൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇത് കാണുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ.